ഏതോ ഓമലേ ജീവനി അമൃതേകാരായി വീഴും ഓർമ്മകളായി കിനാവിലെ രണ്ടുപേരും വർഷങ്ങളായിട്ട് അഭിനയ മേഖലയിൽ നിൽക്കുകയാണ്. അതിന്റെ വിവാഹത്തിന് ശേഷമാണ് ഒരു ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെയും പറയാം. ഞാൻ അത് അല്ലാന്നും പറയില്ല, ആണെന്നും പറയില്ല. കാരണം ഞാൻ പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ വില്ലൻ ക്യാരക്ടേഴ്സായിരുന്നു. കുഞ്ഞുമോൾ ഇപ്പോഴും ചെയ്യുന്നത് വില്ലത്തി ക്യാരക്ടറാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരു പേടി. ശരിക്കും എങ്ങാനും ഇവർ വഴക്ക് പറയുമോ അല്ലെങ്കിൽ ഇവരെന്തായാലും ബഹളം ഉണ്ടാക്കുമോ എന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോൾ പാവാനോ അവർക്ക് മനസ്സിലായപ്പോൾ ആ ഒരു ഓപ്പണി വന്നു. ഞാൻ ഈ മുത്തശ്ശി ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ മുത്തശ്ശാന്ന് വിളിക്കാൻ ധൈര്യത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ അല്ലാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വിളിക്കുന്നത് നിർത്തി. ഇങ്ങനെ ഞാൻ വിളിക്കും, എന്റെ സഹപ്രായക്കാരനെ മുത്തശ്ശാന്ന് അങ്ങനെ വിളിക്കും. അത്രയേ ഉള്ളൂ. പെർസ്പെക്റ്റീവ് ചേഞ്ച്. കല്യാണം കഴിഞ്ഞപ്പോൾ പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായി. ജനങ്ങളിൽ കൂടുതൽ നിങ്ങളെ അറിയാൻ പറ്റി. അതൊരു അവസരമായി. മാത്രം കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ അഴീക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹം കാണുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് എന്താ പറയുക, ഇത്രയും സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവരങ്ങനെ സ്നേഹിക്കാം. അപ്പോൾ ആ സ്നേഹത്തിനൊക്കെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത് അവിടുത്തെ ഓരോ ആൾക്കാരും, അവിടെ സെൽവി ആയാലും ശരി, രാജ്കുമാർ ആയാലും, അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റ് ആയാലും, അവിടുത്തെ ഓരോ നാട്ടുകാരായാലും ശരി, ഞങ്ങൾ കടലിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ കയറിയപ്പം ഞങ്ങളെ കൈപിടിക്കാനും ഞങ്ങളെ സേഫ് ആക്കാനും ഞങ്ങൾക്ക് പഴം തരാനും വെള്ളം കൊടുത്തരാനും അവർ കാണിച്ച ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വീട്ടുകാരാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ശരിക്കും ഒത്തിരി സാധനം. അപ്പൊ നിങ്ങൾ ചേരേണ്ടവർ ചേരുമ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ അത് ആ ഒരു രണ്ടുപേർക്ക് അത് ഗുണം ചെയ്തു അല്ലേ, പ്രൊഫഷണലായാലും. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു ഈ കഴിഞ്ഞ 4 മാസത്തിൽ എന്ത് നടന്നു ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 4 മാസത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി അടുത്തു. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഞങ്ങളുടെ ഡിവോഴ്സ് ആയിട്ട് പറയുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതൊരു അസുഖമാണ്, മാറിക്കൊടുക്കും, കുഴപ്പമില്ല, ഗെറ്റ് വെൽ സൂൺ.